ഇങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് ഇഡ്ഡലി പോരാനുള്ളൊരു സീക്രട്ട് ഉണ്ട്. ഹായ്, എല്ലാവർക്കും ജ്യോതിസ് കറിവേണ്ടിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, അരിമാവ് എങ്ങനെയാണ് അരയ്ക്കണത്, അതിന് വേണ്ട അരി ഉഴുന്നിൻ്റെ കളവ് എന്താണ്, അങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അത് അരച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് സോഫ്റ്റായ ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന്. ഇത് ഒരുപാട് പേര് ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ മുതൽക്ക് എന്നോട് ആവശ്യപ്പെട്ട ഒരു സംഗതിയായിരുന്നു. ഇത് കുറേ കുട്ടികൾ എന്നോട് ആൻറ്റി ഈ ഒരു വീഡിയോ ഇടണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് എന്തൊക്കെയാണ് അരി ഉഴുന്നൊക്കെ എങ്ങനെയാണ് അളവെടുക്കേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പം എല്ലാ അരി ഉഴുന്നെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു കപ്പ് 250 ml ഒരു കപ്പാണ്. ഇപ്പം നിങ്ങൾ വീട്ടിൽ നാഴിയിൽ അളക്കുകയാണെന്ന് വെച്ചാൽ ഇതൊരു നാഴിയായിട്ട് തന്നെ വരും. അപ്പോൾ ഈ ഒരു കപ്പിൽ നമ്മൾ 2 കപ്പ് പുഴുങ്ങലരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചോറ് വയ്ക്കുന്നില്ലേ ആ അരി, ഇതിപ്പോൾ പൊന്നിയരിയാണ്. പൊന്നിയരി വെച്ചിട്ടാണ് ഞാനിവിടെ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഈ പൊന്നിയരി ഈ കപ്പ് നിറയെ 2 കപ്പ് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ കപ്പിൽ 1 കപ്പ് അളവിൽ ഞാൻ പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ ഇഡ്ഡലി മാവ് കൊണ്ട് തന്നെയാണ് ഞാനിവിടെ ദോശയും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ദോശയും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ പച്ചരി ഇടുന്നത്. പിന്നെ ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ ഉഴുന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഉഴുന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനത്തെ ഉഴുന്നാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്, അല്ലാതെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്നല്ല. പിന്നെ ഉഴുന്ന് ഒരുപാട് പഴക്കം വന്ന ഉഴുന്ന് എടുക്കരുത്, അപ്പോൾ ഇഡ്ഡലിക്ക് സോഫ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് പുതിയ നല്ല ഉഴുന്ന് തന്നെ ആയിരിക്കണം. അങ്ങനെ 1 കപ്പ് അളവിൽ ഈ കപ്പിൽ 1 കപ്പ് ഉഴുന്ന്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവ. ഇത്രയാണ് നമുക്കിത് അരയ്ക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് നന്നായി കഴുകിയിട്ട് എങ്ങനെയാണ് കഴുകി വാഷ് ചെയ്തിട്ട് ഇടുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നരി ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ പച്ചരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ 2 അരി വെള്ളം ഇട്ടിട്ട് നന്നായി 2-3 പ്രാവശ്യം കഴുകുക. ഈ വെള്ളം ഊറ്റിക്കളയുക. വെള്ളം ഒഴിക്കുക. ഇനി നമ്മൾ ഈ അരി മുന്നിൽ കറക്കാൻ പാകത്തിലുള്ള വെള്ളം ഒഴിച്ച് അടച്ചു വയ്ക്കുന്നു. ഇത്ര വെള്ളം ഒഴിച്ചു നമ്മൾ ഇനി ഇത് മാറ്റി വെച്ച് മൂടി വയ്ക്കും. ഇനി ഇതേപോലെ ഉഴുന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ച ഈ ഉലുവയില്ലേ, ഈ ഉലുവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതും ഒരു 3-4 പ്രാവശ്യം നന്നായി ഇതുപോലെ കഴുകും. ഇനി ചെയ്യുന്നത് പാത്രം നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്താണെന്നുണ്ടെങ്കിൽ ഉഴുന്ന് നന്നായിട്ട് വെള്ളം കുടിക്കും. അപ്പം നമ്മൾ ഈ പാത്രം നിറയെ വെള്ളം ഒഴിച്ച് വെച്ചടച്ച് വയ്ക്കുക. കാരണം ഈ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ അരി അരയ്ക്കാൻ, മാവ് മൊത്തം അരയ്ക്കാൻ പോകുന്നതും ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ്.
അതുകൊണ്ട് ആണ് ഇത് ഇത്രയും നിറയെ വെള്ളം നമ്മൾ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഈ അരി അരച്ച് വയ്ക്കണം. ഇനി ഒരു 8 മണിക്കൂറോളം ഇത് കുതിരാൻ വയ്ക്കുക. 8 മണിക്കൂറിന് ശേഷം നമ്മൾ അരയ്ക്കണത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ അരി ഉഴുന്നും വൃത്തിയായിട്ട് കഴുകി അടച്ചു വെച്ചത് കണ്ടല്ലോ. ഇനി അത് അവിടെ ഒരു 8 മണിക്കൂർ കുതിരാൻ വേണ്ടി ഇരിക്കട്ടെ. 8 മണിക്കൂറിന് ശേഷം അത് നമ്മൾ അരയ്ക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മിക്സിയിലല്ല കേട്ടോ, ഞാൻ ഗ്രൈൻഡറിലാണ് അരയ്ക്കുക. അത് അരയ്ക്കുമ്പോൾ എത്ര നേരമാണ്, എത്ര സമയമാണ് ഞാൻ എടുക്കുന്നത്, എത്ര വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മളത് അരയ്ക്കണത് എന്നുള്ളതെല്ലാം അപ്പം നമുക്ക് 8 മണിക്കൂറിന് ശേഷം കാണാം കേട്ടോ. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചത് 8 മണിക്കൂർ കഴിഞ്ഞു, കുതിർന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അതെങ്ങനെയാണ് അരയ്ക്കണത് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഇനി ഇതാ അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇതാണ് ഇപ്പോൾ നമ്മൾ രാവിലെ കുതിർത്തി വെച്ച് ഉഴുന്ന് വെള്ളം കണ്ടോ. ഈ വെള്ളത്തിനെ നമ്മൾ അങ്ങനെ എടുത്ത് വേറെ പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം കളയാൻ പാടില്ല. ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ അരി ഉഴുന്നൊക്കെ അരയ്ക്കാൻ പോകുന്നത്. അപ്പം അതിനാണ് നമ്മൾ ഇത്ര വെള്ളം ഒഴിച്ച് വെച്ചത്. പിന്നെ എൻ്റെ ഗ്രൈൻഡർ അങ്ങനെ 2 സൈഡിലും ഇവിടെയും ഈ തിരിയുന്ന സാധനം ഇതുപോലെ ഇവിടെ ഉണ്ട് കേട്ടോ. 2 സൈഡിലും ഉള്ളതാണ്. അതുകൊണ്ട് കുറേ പ്രാവശ്യം അങ്ങനെ ഇളക്കി കൊടുക്കണ്ട. അത് ഞാൻ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ബാക്കി പറഞ്ഞുതരാം. അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ അടച്ചു വെക്കുകയാണ്. അതായത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഈ 2 സൈഡിലും ഇങ്ങനെ തിരിക്കുമ്പോൾ ഈ സാധനം ഇല്ലാത്തതാണെങ്കിൽ ഇങ്ങോട്ടും തിരിയുമ്പോൾ അതോ വെച്ചാണല്ലോ അതിങ്ങനെ അരഞ്ഞു വരുന്നത് ഗ്രൈൻഡറിൽ. അപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾ ഈ ഗ്രൈൻഡർ അടച്ചു കൊടുത്തതിന് ശേഷം ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നു കൊടുക്കണം. തുറന്നു കൊടുത്തിട്ട് ഇങ്ങനെ ഈ സാധനം വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈ വെച്ചിട്ടോ എങ്ങനെയായാലും അതിനെങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിയിൽ നിങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് ഉഴുന്ന് മുഴുവനായിട്ടും അരയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തുറക്കണം കേട്ടോ, തുറന്ന് നോക്കണം. അത് ഗ്രൈൻഡർ ഓഫ് ചെയ്തിട്ട് തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ടൈമറൊക്കെ വെച്ചിട്ടുള്ള ഗ്രൈൻഡറാണ്. അപ്പോൾ ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് കുറേ പ്രാവശ്യം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇടയിൽ ഒരു പ്രാവശ്യം ഇളക്കി കൊടുക്കുള്ളൂ. അപ്പം നമ്മൾ അടച്ചു വെച്ചു. ഇനി സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മളിത് അടച്ചു വെച്ചു. ഇനി നമ്മളത് അരച്ചു കൊടുക്കാൻ പോവുകയാണ്. എൻ്റെ ഒരു ടൈമറുള്ള കാരണം ഞാൻ ഈ ടൈമർ 15 മിനിറ്റിൽ വെച്ചിട്ടുണ്ട്. ഈ 15 മിനിറ്റ് കഴിയുമ്പോൾ ഉഴുന്ന് അരഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും ഞാനൊരു 5 മിനിറ്റ് വയ്ക്കും. അപ്പോൾ നിങ്ങൾക്കിത് എത്ര സമയമാണ് ഉഴുന്ന് അരഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടൈമറിൽ വെച്ചിരിക്കുന്നത്. ഇനി എനിക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും. നിങ്ങൾക്ക് വെള്ളം ഇങ്ങനത്തെ ഗ്രൈൻഡർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഗ്രൈൻഡർ ഓഫ് ചെയ്തിട്ട് പിന്നെയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ മൊത്തം ഒഴിച്ചു കൊടുത്തതിന് ശേഷം എത്ര ഒഴിച്ചു കൊടുത്തു എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 15 മിനിറ്റാണ് നമ്മൾ വെച്ചത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മളത് ഗ്രൈൻഡർ തിരിച്ചതിന് ശേഷം ഇതപ്പോൾ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് എല്ലാം കൂടി മുകളിലേക്ക് വീണ്ടും ആക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ തുറന്നത്. അപ്പോൾ ഇതിൽ വെള്ളം എന്താ കണ്ടോ, കുറച്ച് വെള്ളം കമ്മിയാണ്. ഇപ്പോൾ ഒരു ലേശം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി ഓൺ ചെയ്യും. ഒന്ന് നോക്കാം എങ്ങനെയാണ്. 1 കപ്പ് ഉഴുന്നാണ് രാവിലെ നമ്മൾ ഈ ഒരു കപ്പിൽ 1 കപ്പ് ഉഴുന്നായിരുന്നു രാവിലെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചത്. അപ്പോൾ ഞാൻ അരയ്ക്കുമ്പോൾ ഈ കപ്പിലേക്ക് ഇപ്പോൾ 1.25 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഈ ഉഴുന്ന് അരച്ചത്. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഏത് പാത്രത്തിലാണോ നിങ്ങൾ ഉഴുന്നെടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ 1.25 പാത്രം വെള്ളം ഈ ഉഴുന്ന് അരയ്ക്കാൻ ആവശ്യമുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഗ്രൈൻഡർ തുറന്നിട്ട് ഉഴുന്ന് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ അതെടുത്ത് മാറ്റി വെച്ചു. ഇനി ഈ ഉഴുന്നെടുത്ത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉഴുന്ന് നമുക്ക് വലുതായിട്ട് വെള്ളമൊന്നുമില്ല കേട്ടോ. ഉഴുന്ന് നന്നായിട്ട് അരയണം. അതാണ് ഈ ഇഡ്ഡലി നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി വരണമെങ്കിൽ ഉഴുന്ന് മാവ് നമ്മൾ നന്നായി അരയ്ക്കണം. ഇതൊക്കെ നമ്മൾ ഗ്രൈൻഡറിലുണ്ടായിരുന്ന ഉഴുന്ന് മുഴുവൻ ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വലിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. എന്തിനാണെന്നറിയോ, അരി ഉഴുന്ന് അരച്ചിട്ടിട്ട് പൊന്തി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അടുത്ത നല്ല വലിയൊരു പാത്രത്തിൽ തന്നെ വെക്കണം. കാരണം അത്
പൊന്തി പോകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ. അപ്പോൾ ഇനി നമ്മൾ ഉഴുന്ന് അരച്ചു, അടച്ചു വെച്ചു. ഇനി നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഉഴുന്ന് കുതിർത്തിയില്ലേ, ആ വെള്ളം തന്നെയാണ് ഞാൻ അരി അരക്കണേക്കും ഒഴിച്ചു കൊടുക്കാൻ പോണത്. അതിൽ ഇതുപോലെ ഈ 3/4 കപ്പിൽ ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുത്തു. അതേപോലെ തന്നെ പിന്നെ ഒരു പ്രാവശ്യം കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മളത് അടച്ചു കൊടുക്കുകയാണ്. അടച്ചു കൊടുത്തിട്ട് ഉഴുന്ന് നമ്മൾ 15 മിനിറ്റാണ് അരയ്ക്കാനെടുത്തത്. അരി അരയ്ക്കാൻ ഞാൻ ടൈമർ 20 മിനിറ്റിലാണ് വയ്ക്കുന്നത്. ഇനി ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഇടയിൽ അത് നിങ്ങൾ തുറന്നിട്ട് ഇളക്കിയിട്ട് വെള്ളം വേണമെന്നൊക്കെ നോക്കി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇടയ്ക്കൊക്കെ തുറന്നിട്ട് ഞാനും ഇടയ്ക്ക് ഒരു പ്രാവശ്യം തുറന്ന് വെള്ളം വേണമെന്ന് നോക്കും. ആദ്യം നമ്മൾ 20 മിനിറ്റ് ആയിരുന്നു ഒരു ടൈമർ വെച്ചിട്ടുണ്ടായിരുന്നത്. 20 മിനിറ്റിൽ അരി അരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വീണ്ടും 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അരി അരയ്ക്കാൻ എടുത്ത സമയം അരമണിക്കൂറാണ്. ഉഴുന്ന് അരയ്ക്കാൻ വേണ്ടി എടുത്ത സമയം 15 മിനിറ്റും. അങ്ങനെ അപ്പോൾ നമ്മൾ 3/4 മണിക്കൂർ കൊണ്ടാണ് ഇപ്പോൾ ഈ അരി ഉഴുന്നും അരച്ചെടുത്തിരിക്കുന്നത്. അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ കപ്പിൽ 2 കപ്പ് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കപ്പിൽ 3 കപ്പ് അരിയാണ് നമ്മൾ എടുത്തത്. 2 കപ്പ് പുഴുങ്ങലരിയും 1 കപ്പ് പച്ചരിയാണ് നമ്മൾ വെള്ളത്തിലിട്ടുണ്ടായിരുന്നത്. അപ്പം അരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കപ്പിൽ 2 കപ്പ് അരി എടുത്തിട്ടുണ്ടായിരുന്നു, അരി അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉഴുന്നരച്ച മാവിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതാണ് ഇത്. വലിയ വെള്ളം എന്ന് പറയാനൊന്നുമില്ല. ഇപ്പോൾ ഉഴുന്നിന് വെള്ളമില്ലാത്ത കാര്യം രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ ശരിയായി പോകും. ഈ അരി മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം അരി ഉഴുന്ന് അരച്ച് വെച്ചില്ലേ, അതിലേക്ക് നമ്മൾ അരിയും കൂടി അരച്ചത് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ കൈ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് താഴത്തുനിന്ന് മുകളിലേക്ക് ഇളക്കി കൊടുക്കുക. കൈ കൊണ്ട് തന്നെ ഇളക്കണം, അല്ലാതെ കയ്യിലൊന്നും വെച്ച് ഇളക്കരുത്. പണ്ട് നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ കൈ കൊണ്ട് തന്നെയാണ് ഇത് ഇളക്കിയിട്ടുണ്ടായിരുന്നത്. കൈ വെച്ച് ഇളക്കുമ്പോഴാണ് മാവ് നന്നായി പുളിച്ച് പൊന്തുമൊക്കെ ചെയ്യുള്ളൂ. പക്ഷെ ഇതിങ്ങനെ കൈ വെച്ച് ഇളക്കി എന്നിട്ട് 5-8 മണിക്കൂർ ഇരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാവ് നാളേക്ക് എടുത്തു. അത് കഴിഞ്ഞാൽ പിന്നെ 4 ദിവസം ഇരിക്കുമ്പോൾ മാവ് പുളിക്കൊന്നുമില്ല. ഇപ്പോഴത്തെ ക്ലൈമറ്റൊക്കെ അങ്ങനെയാണ്. പണ്ടായിരുന്നു അങ്ങനെ പിന്നെ മാവ് പുളിച്ചിരുന്നതൊക്കെ. ഇപ്പം അങ്ങനെ പുളിക്കണ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ കൈ വെച്ചിട്ട്. വീട്ടിലേക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. മാവ് നന്നായി പുളിച്ച് പൊന്തി വരും ചെയ്യും. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ പാകം. അപ്പം നമ്മളിത് അടച്ച് വെക്കാൻ പോകണു. ഇതിപ്പോൾ രാവിലെ ആയിരുന്നു ഞാൻ അരി വെള്ളത്തിലിട്ടത്. വൈകുന്നേരം അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നാളെ രാവിലെ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 8-9 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുത്ത് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പം ഇതിൽ ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, അങ്ങനെ അടച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് രാവിലെ തുറന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇന്നലെ അരച്ച് വെച്ച മാവ് തുറക്കാൻ പോകുന്നു. കണ്ടോ മാവ് പൊന്തിയിരിക്കുന്നത്. ഇങ്ങനെ പൊന്തണം ഇഡ്ഡലിക്കുള്ള മാവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്ര വലിയൊരു പാത്രത്തിൽ ആക്കി വെക്കുന്നത്. ചെറിയൊരു പാത്രത്തിലാക്കി അത് പൊന്താനുള്ള സാധനം ഉണ്ടാവില്ല, താഴത്തു കൂടെയൊക്കെ പോകും. അതുകൊണ്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇപ്പോൾ ഇളക്കി കഴിഞ്ഞാലോ ഇതിൽ മാവൊന്നും കാര്യമായിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇളക്കണത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ തവി വെച്ചിട്ട് എന്താ പറയുക വെച്ചാൽ അങ്ങനെയാണ് ഇളക്കേണ്ടത്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ താഴത്തുനിന്ന് മുകളിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കും വേണം.
ഇതിപ്പോൾ ഒരു 8-9 മണിക്കൂറൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അരച്ചതിന് ശേഷം. ഇതാണ് അതിൻ്റെ പാകം. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കും നല്ല നൈസ് ദോശ ഉണ്ടാക്കാറ്. അതുകൊണ്ട് മസാല ദോശ ഉണ്ടാക്കാറുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഞാൻ ഈ മാവ് കൊണ്ട്. ആദ്യം ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കാണിച്ചു തരാൻ പോകണം. അപ്പോൾ അതിന് മുമ്പേ ആദ്യം ഇപ്പം നമ്മൾ തുറന്നിട്ട് എനിക്കിപ്പോൾ ഇവിടെ 2 ആൾക്ക് ഇഡ്ഡലി രാവിലെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അതിനുള്ള മാവ് മാത്രം ഇപ്പോൾ പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കും. എന്നിട്ട് ഇതിൽ കുറച്ച് ഇപ്പോഴേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും. ബാക്കി മാവിനെ അങ്ങനെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും. ആ ബാക്കിയുള്ള മാവിൽ ഞാൻ ഉപ്പിടാറില്ല. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള മാവിൽ എപ്പോഴൊക്കെ നിങ്ങൾ മാവ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരുന്നോ അപ്പം മാത്രം നിങ്ങൾ ഉപ്പിട്ടാൽ മതി. ഒപ്പം അല്ലാതെ മൊത്തം മാവിൽ നിങ്ങൾ ഉപ്പിട്ട് വെക്കരുത്. ഇതിപ്പോൾ ഞാൻ വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഇതിലിപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇത് നമ്മൾ ഇളക്കിയിട്ട് ഇനി ഒരു അരമണിക്കൂർ വെക്കും. ഇഡ്ഡലി ഉണ്ടാക്കാനുള്ളതല്ലേ, അപ്പോൾ ഒരു അരമണിക്കൂർ പുറത്ത് വയ്ക്കും. അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. എപ്പോഴും എടുക്കണ മാവിൽ മാത്രമേ ഉപ്പിടാൻ പാടുള്ളൂ, മൊത്തം മാവിൽ നമ്മൾ ഉപ്പിട്ട് വെക്കരുത്. ഇനി ഇതിൽ ഉപ്പൊന്ന് മിക്സിങ് ആവാനുള്ള ടൈമാണ് ഈ അരമണിക്കൂർ. ഇനി ഈ മാവിന് ഞാൻ മാറ്റി വയ്ക്കണം കേട്ടോ. ഇനി ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ആ മാവ് വെച്ച് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഇഡ്ഡലി എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. മാവൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായ ഇഡ്ഡലിയാണ്. ഇഡ്ഡലിക്ക് നല്ല ഷേപ്പുണ്ട്. പിന്നെ ഇങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് ഇഡ്ഡലി പോരാനുള്ളൊരു സീക്രട്ട് ഉണ്ട്. ഈ ഇഡ്ഡലി തട്ട് കണ്ടോ? ഇഡ്ഡലി തട്ടിൽ അധികം ഒന്നും ഒട്ടിയിട്ടില്ല. ഇതിന്റെ സീക്രട്ട് എന്താണെന്നറിയോ? നമ്മൾ വെളിച്ചെണ്ണയാണ് സാധാരണ എല്ലാവരും തേക്കാറ്. ഞാനിതിൽ തേച്ചിരിക്കുന്നത് നെയ്യാണ്. നെയ്യ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ളായി തേച്ച് കൊടുക്കണം കേട്ടോ, കുറച്ച് നെയ്യ്. പക്ഷെ ഈ ഇഡ്ഡലിയിൽ നെയ്യിൻ്റെ ടേസ്റ്റേ വരില്ല. വെളിച്ചെണ്ണ ആണെങ്കിൽ പോലും നമുക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വരും, പക്ഷെ നെയ്യിൻ്റെ ടേസ്റ്റ് പോലും വരില്ല. ഇങ്ങനെ ഫുള്ളായിട്ട് തേച്ച് കൊടുത്തിട്ടാണ് നമ്മൾ മാവ് ഒഴിക്കണത്. മാവ് ഒഴിച്ചിട്ട് ഞാൻ ഫുൾ സ്റ്റീമിൽ ആദ്യം വെള്ളം തിളപ്പിച്ചിട്ടായിരുന്നു ഇഡ്ഡലി വെച്ചത്. 7 മിനിറ്റോളം നമ്മൾ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് 2 മിനിറ്റ് വെച്ചു. പിന്നെ ഇഡ്ഡലി പാത്രം പുറത്ത് വെച്ചിട്ട് 3 മിനിറ്റ് തുറന്ന് വെച്ചതിന് ശേഷം ആണ് ഇതാണ് ഈ ഇഡ്ഡലി. ഇങ്ങനെ പോലത്തെ ഇഡ്ഡലി നമുക്ക് കിട്ടിയിരിക്കണം. അപ്പം മാവിൻ്റെ അളവ് എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. തുടക്കക്കാരായ കുട്ടികളൊക്കെ ഇത് നോക്കി ഉണ്ടാക്കിക്കോളൂ. നിങ്ങൾക്ക് ഇതുപോലെ നല്ല ഇഡ്ഡലി, സോഫ്റ്റായ ഇഡ്ഡലി കിട്ടും. ഇനി ഈ മാവ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ ദോശ ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ, നല്ല നൈസ് ദോശയാണ് കിട്ടുക ഈ മാവ് വെച്ച് നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ മാവ് അരയ്ക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജ്യോതിസ് കറി വേൾഡിൻ്റെ അടിയിൽ വന്നിട്ട് പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കണം, ഉണ്ടാക്കിയ എല്ലാ കമൻറ്റുകളും അതിൻ്റെ അടിയിൽ വന്ന അഭിപ്രായങ്ങൾ പറയാം. വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.